ഇന്ന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. ക്രീമി പാസ്തയാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുക. പാസ്ത വേവാൻ വേണ്ടിയിട്ട് ഒരു 5-8 മിനിറ്റ് ഇട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും. അത് വേവേണ്ട സമയം കൊണ്ട് ഒരു പാനിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കനാണ് കേട്ടോ, ചിക്കനും കുരുമുളകും ഉപ്പും കൂടെ പുരട്ടി വെച്ചതാണ്. അതൊന്നും അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. വല്ലാണ്ട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അങ്ങോട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. ആ സമയമായപ്പോഴേക്കും നമ്മുടെ പാസ്ത വെന്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് സെയിം പാനിൽ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് ക്രഷ്ഡ് ചില്ലി കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്നും കൂടി മൂത്ത് വരണ സമയം കൊണ്ട് നമ്മുടെ കുനുകുനാന്ന് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം, കരിഞ്ഞു പോകരുത്. ഒന്ന് മൂത്ത് ഇങ്ങനെ വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഒന്ന് അതിലൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ പാലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ്. കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ആകെ കട്ട കുത്തി പോവും. ഇതാ ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മുടെ പാസ്ത അല്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചിക്കനും ഇട്ട് കൊടുക്കുക. ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഒറിഗാനോ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാണ് അതിന്റെ ഫ്ലേവർ തരുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. ഈ പിള്ളേർ ഇതൊക്കെ വേണം അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാ. പിന്നെ കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുക. ചീസ് ഒരു 2 എണ്ണം ഞാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വരുന്ന സമയത്ത് നമ്മുടെ പാസ്ത അങ്ങോട്ട് സെറ്റായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണൻകുട്ടിക്കാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായത്. എനിക്കും പൂജുട്ടിക്കും ഇങ്ങോട്ട് വല്ലാണ്ട് പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. കണ്ണൻകുട്ടി അസലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.